എൻ്റെ ആകാശം എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. ബോണി അച്ഛാ തുടങ്ങ് അച്ഛൻ തുടങ്ങച്ചാ. ബോണി തുടങ്ങ. ബോണിയല്ലേ തുടങ്ങുന്നത്? അല്ല അച്ഛാ, ഇപ്രാവശ്യം അച്ഛൻ. ബോണി തുടങ്ങേ. അച്ഛാ എനിക്കൊന്നും, അച്ഛൻ തുടങ്ങാൻ. എന്നാൽ ഞാൻ തുടങ്ങാം. അല്ല ഞാൻ തുടങ്ങാം. പക്ഷേ കിട്ടിയോ? ഞാൻ തുടങ്ങാം. ഇല്ല അച്ഛാ, ഞാൻ തുടങ്ങാം ബോണി. അല്ല അച്ഛാ, എന്നാൽ കൺഫ്യൂഷൻ ആണെങ്കിൽ പ്രാർത്ഥിക്കാം. ഓക്കെ. ദൈവപിതാവേ, വീണ്ടും ശുശ്രൂഷയിൽ ഒന്നിപ്പിച്ചല്ലോ ഞങ്ങളെ. രണ്ടഭിപ്രായം, വേറിട്ട അഭിപ്രായം, മാറി നിൽക്കുന്നവരെ, ശുശ്രൂഷകളിൽ രണ്ട് ഹൃദയത്തോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റ ഹൃദയത്തോടെ ശുശ്രൂഷ വരട്ടെ. ഒറ്റ ഹൃദയത്തോടെ ലോകത്തിലെ കർത്തൃ ശുശ്രൂഷകളെല്ലാം വരട്ടെ. മനസ്സ് തുറന്ന് പറഞ്ഞും സംസാരിച്ചും ഒറ്റ ഹൃദയത്തോടെ ശുശ്രൂഷ ചെയ്യാൻ ഇടവരട്ടെ. മറിയം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. മാധ്യമങ്ങളുടെ മധ്യസ്ഥയായ ക്ലാര പുണ്യവതി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. സിസിലി പുണ്യവതി ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ. ഇനിയിപ്പം ബോണി തന്നെ ചോദിച്ചു, വല്ല മനസ്സിൽ വരുന്നുണ്ട് ചോദിച്ചോ, അങ്ങനെ തുടങ്ങാം. അല്ലാണ്ട് ഇപ്പം എനിക്കിപ്പോൾ അച്ഛനോട് ചോദിക്കാൻ മനസ്സിൽ വന്നത്, അച്ഛനിപ്പോൾ എന്തോരം പാട്ടുകൾ എഴുതി. കുറേ എഴുതിയിട്ടുണ്ട്, എണ്ണം ചോദിക്കരുത്. ഇത് പറയുന്നതല്ല. ഒരു സോറി ഒന്നും ഞാൻ സൂക്ഷിക്കുന്നില്ല എൻ്റെ സീഡ് മുറിയിൽ. പക്ഷേ എങ്കിലും ഒരു 10,000-2000 മേലെ റെക്കോർഡപ്പായി വന്നിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യാത്ത കുറച്ചുണ്ട്, എഴുതി വച്ചിരിക്കുന്ന കുറച്ചുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുന്നവയുണ്ട്. 10,000-5000 മേളിൽ പാട്ടുകൾ, നാടൻ പാട്ടും അതും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നാടൻ പാട്ടൊക്കെ ഉണ്ട് ആണല്ലേ. ഈ തെറിപ്പാട്ടുകളൊക്കെ വന്നപ്പോൾ നാടൻ പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ പെട്ടെന്നൊക്കെ ഇപ്പോൾ നാടൻ പാട്ടൊക്കെ ഉണ്ട്. രസമാണ്, നല്ല രസമാണ് ശരിക്കും. പക്ഷേ ഇതുവരെ ചെയ്ത പാട്ടുകളുടെ എണ്ണം എനിക്കറിയത്തില്ല. പക്ഷേ ഇതുവരെ ചെയ്ത പാട്ടുകളുടെ എണ്ണം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇതുവരെ ദൈവം തന്ന ഒരു ദാനം. ഇതുവരെ ദൈവം തന്ന ദാനം ഓർക്കുമ്പോൾ ഒരു ആനന്ദമാണ്. പാട്ട് പഠിക്കാതെ അച്ഛൻ്റെ അങ്ങനെ ഒരു പാട്ടുണ്ട്, ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലിപ്പാടാതിരിക്കാൻ ആവുമോ. నిసగరి సని సా సని సా నిసగరి నిసగరి సని సా సని సా నిసగమా నిసగరి సని సా సని సా నిసగరి నిసగరి సని సా సని సా నిసగమా. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലിപ്പാടാതിരിക്കാനാകുമോ. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലിപ്പാടാതിരിക്കാനാകുമോ. തന്നതെല്ലാം
തന്നതെല്ലാം ദാനമല്ലോ, തമ്പുരാന്റെ സ്നേഹമല്ലോ. നന്ദി ചൊല്ലി പാടിടും ഞാൻ, നന്മയെന്നും ചെയ്തിടും ഞാൻ. ഇനി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്നിച്ചു പാടാം സ്തുതി സ്തുതി സ്തുതി. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാകുമോ? സ്തുതിച്ചു സ്തുതിച്ചു പാടിടുമ്പോൾ മൃതിയടഞ്ഞാലും നാഥാ ഭാഗ്യമാണല്ലോ, അതിന്റെ ഭാഗ്യമാണല്ലോ. കണ്ണീരിൽ ഞാൻ മുങ്ങിയ നാളിൽ കർത്താവിനെ പഴിച്ചുപോയി, എന്റെ കർത്താവിനെ പഴിച്ചുപോയി. കണ്ണീരിൽ ഞാൻ മുങ്ങിയ നാളിൽ കർത്താവിനെ പഴിച്ചുപോയി, എന്റെ കർത്താവിനെ പഴിച്ചുപോയി. പ്രാർത്ഥനയ്ക്കു വേണ്ടി നിന്റെ സന്നിധിയിൽ വീണ നേരം ദർശനം നീ തന്നുവല്ലോ. ദൈവമേ നീ നല്ലവൻ, ഇനി എല്ലാ കാലത്തും എല്ലാ നേരത്തും ഒന്നിച്ചു പാടാം സ്തുതി സ്തുതി സ്തുതി. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാകുമോ? കൊതിച്ചു കൊതിച്ചു നിന്നിടുന്നു നിന്റെ മുഖം കണ്ടിടുവാൻ. ഭാഗ്യമേകിടണേ നാഥാ ഭാഗ്യമേകിടണേ. ഇന്നോളം ഞാൻ ചോദിച്ചതൊന്നും കർത്താവേ നീ തള്ളിയില്ല, എന്റെ കർത്താവേ നീ തള്ളിയില്ല. ഇന്നോളം ഞാൻ ചോദിച്ചതൊന്നും കർത്താവേ നീ തള്ളിയില്ല, എന്റെ കർത്താവേ നീ തള്ളിയില്ല. നല്ലതെനിക്കേകിടുവാൻ മുൻപിലെന്നും നിന്നവൻ നീ, നന്മ മാത്രം തന്നിടുവാൻ നിർബന്ധം നീ കാട്ടിയെന്നും. ഇനി എല്ലാ കാലത്തും എല്ലാ നേരത്തും ഒന്നിച്ചു പാടാം സ്തുതി സ്തുതി സ്തുതി. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാകുമോ? ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാകുമോ? തന്നതെല്ലാം ദാനമല്ലോ, തമ്പുരാന്റെ സ്നേഹമല്ലോ. നന്ദി ചൊല്ലി പാടിടും ഞാൻ, നന്മയെന്നും ചെയ്തിടും ഞാൻ. ഇനി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്നിച്ചു പാടാം സ്തുതി സ്തുതി സ്തുതി. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാകുമോ? അച്ഛന് ഈ അച്ഛൻ്റെ പാട്ടുകളെല്ലാം ഇപ്പം നല്ല പാട്ടുകളാണല്ലോ. മറ്റുള്ളവർ അച്ഛനെ പൊക്കി പറയാൻ നേരത്തെ അച്ഛൻ എന്താ ഉള്ളിൽ തോന്നാറുള്ളത്? സന്തോഷമുണ്ട്, പക്ഷെ ദൈവത്തിന് മഹത്വം. അതൊരു ക്യാപ്ഷൻ പോലെ എപ്പോഴും ഹൃദയത്തിലുണ്ട്. എല്ലാ മഹത്വം ദൈവത്തിന്. ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മുഴുവൻ നിൻ്റെതായിരിക്കണം. കാരണം ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, എനിക്ക് അവകാശപ്പെടാണ്ട് ഒരു സ്ട്രെയിൻ ഞാൻ എടുത്തിട്ടില്ല. വല്ലപ്പോഴും ചിലപ്പോൾ ഇരുന്ന് ആലോചിച്ചതൊഴിച്ച് ഞാൻ എടുത്ത് ഭാരപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെ ഉണ്ടാകാതിരിക്കട്ടെ കർത്താവേ.
അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉയർത്തി പറയുമ്പോൾ ഈ പാട്ട് പാടാം അല്ലേ? ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലിപ്പാടാതിരിക്കാൻ ആവുമോ? തന്നതെല്ലാം ദാനമല്ലോ, തമ്പുരാൻ്റെ സ്നേഹമല്ലോ, നന്ദി ചൊല്ലിപ്പാടിയിടും ഞാൻ. അയ്യോ, പണ്ട് എഴുതിയതാ ഇത്, 93 എഴുതിയതാ. നന്മയെന്നും ചെയ്തിടും ഞാൻ, ഇനി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്നിച്ചു പാടാം സ്തുതി സ്തുതി സ്തുതി. ഇതുവരെ ദൈവം തന്ന ദാനം എല്ലാം ഓർക്കുമ്പോൾ നന്ദി എനിക്കുണ്ട് ദൈവത്തോട്. അച്ഛാ, അത് ഇങ്ങനെ പാടാനും ഇങ്ങനെ വിചാരിക്കാനും കർത്താവിൻ്റെ കൃപ തന്നെ വേണം. തീർച്ചയായിട്ടും. എൻ്റെ ഒരു വിചാരം 10 കുഷ്ഠരോഗികൾ ഒരുവൻ മാത്രം നന്ദി പറയാൻ വന്ന് എന്നെ അങ്ങനെ എൻ്റെ ഈശോ കരുതത്തില്ലെന്നാകുന്നത്. കാരണം ഞാൻ എവിടെ ആയാലും ഏത് കൊലകമ്പൻ്റെ മുമ്പിലാണെങ്കിലും ചിലപ്പോൾ നല്ല ഫാഷൻ ടെൻഡൻസിയൊക്കെ ഇപ്പം ഒരു പുറത്തെ രാജ്യത്ത് പോയി എല്ലാവരും നല്ല സോട്ടും കൂട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ സൂപ്പൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പം യേശുവിൻ്റെ നാമം പറയുന്നത് ചിലപ്പോൾ ഒരു പട്ടയ പവിഴം മാല ആടയാഭരണങ്ങൾ ചുരിദാറ് കമ്മീശ ലിപ്സ്റ്റിക്ക് നിറം മുടി അതിൻ്റെയൊക്കെ ഇടയ്ക്കിരുന്ന് പെട്ടെന്ന് ജീസസ് സീംസ് ടു ബി ഔട്ട് ഡേറ്റഡ്. കർത്താവ് ഇവിടെയൊക്കെ ഈശോ അപ്പോൾ ഇവരുടെ കൂടെ ഇരിക്കാൻ തോന്നുന്ന സമയത്തും ഞാൻ എൻ്റെ പാട്ടും എനിക്ക് കിട്ടിയതെല്ലാം ദൈവദാനമാണെന്ന് പറയാൻ ഒരിക്കലും മടിച്ചിട്ടില്ല. എൻ്റെ നന്ദി എൻ്റെ ദൈവത്തോട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കത് സന്തോഷമുണ്ട് പറയാൻ, ഞാനത് ചെയ്തിട്ടുണ്ട്. അല്ല, അതൊരു കൃപയാണ്. നമ്മൾ ചില സമയത്ത് മറന്നു പോകുമല്ലോ അല്ലേ? അതെ. ചില സമയത്ത് ദൈവത്തിൻ്റെ കൃപയാണെന്നുള്ളത്, ദൈവം തന്നാണെന്ന് അതാണല്ലോ അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞു ഞാനാണെല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്നൊന്നുമല്ല. ദൈവമാണ് എന്നെ താങ്ങി നിർത്തുന്നതെന്ന് ചിന്ത മറക്കുമ്പോൾ അഹങ്കാരമായി. കണ്ണീരിൽ ഞാൻ മുങ്ങിയ നാളിൽ കർത്താവിനെ പഴിച്ചുപോയി, എൻ്റെ കർത്താവിനെ പഴിച്ചു. പണ്ടേ കണ്ണീര് മാത്രം തലയണയൊക്കെ നനഞ്ഞിട്ടുണ്ട്, വേണ്ട പോണി, ഒറിജിനലായിട്ട് തലയണ നനഞ്ഞിട്ടുണ്ട്, കരഞ്ഞ്. പണ്ട് തലയണ നനഞ്ഞെന്നൊക്കെ കേൾക്കുമ്പം ഈ സങ്കീർത്തനത്തിൽ തലയണ നനഞ്ഞെന്നൊക്കെ കേൾക്കുമ്പോൾ പിന്നെ മൂത്രം ഒഴിച്ച് അങ്ങനെ കരഞ്ഞ് തലയണ നനയാനോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതന്നെ ചുമ്മാ ഇമേജറി ആണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ കരഞ്ഞ് തലയണ നനഞ്ഞിട്ടുണ്ട്, ഒരു ഭാഗമൊക്കെ നനഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കണ്ണീരിൽ ഞാൻ മുങ്ങിയ നാളിൽ കർത്താവിനെ ശപിച്ചു പോയി, എൻ്റെ കർത്താവിനെ പഴിച്ചു പോയി. പ്രാർത്ഥനയ്ക്കു വേണ്ടി നിൻ്റെ സന്നിധിയിൽ വന്ന നേരം അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് നീ നല്ലവനാണെന്നും നീ വല്ലഭനാണെന്നും. അതുകൊണ്ട് എല്ലാ കാലത്തും എല്ലാ നേരത്തും ഒന്നിച്ചു പാടാം സ്തുതി സ്തുതി സ്തുതി. ശരിക്കും സ്തുതി ഒരു എറ്റേണൽ, നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും പറ്റുന്നത് സ്തുതി എന്ന് പറയുന്നത് സ്തുതിപ്പിൻ്റെ സമയത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ നന്ദി ആരാധന ഹല്ലേലൂയ ദൈവമേ. അപ്പോൾ അവൻ നിർത്തിയോ, അവൻ ചാക്കോച്ചൻ നിർത്തിയോ, ടോണി നിർത്തിയോ, ടോമൻ ലീലാമ പറഞ്ഞു ലീലാമ നിർത്തിയല്ലോ, ഞാൻ നിർത്തുന്ന കർത്താവേ സ്തോത്രം ദൈവം നന്ദി ആരാധന നിർത്തി ഇതങ്ങ് പോവുക. അതിനെ പറയുന്ന നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഇത് ശരിയല്ലേ? അത് പറഞ്ഞാൽ ഈ ധ്യാനം ശ്രദ്ധിച്ചാൽ പോരെ. ഒരാൾ കുറച്ച് കഴിഞ്ഞ് മറ്റേ ആൾ നിറങ്ങി ദൈവം ഞാൻ സ്തുതിച്ചെന്ന് ആരും അറിയല്ലേ. അതുകൊണ്ടാണ് കൃത്യമല്ലേ ഞാൻ ഈ പറഞ്ഞ കളി തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. സ്തുതി ഒരു പാറ്റേൺ അല്ലേ, നിരന്തരം ഹൃദയത്തിലാവണം. സ്തുതി ഒരു ശീലമാകണം. കൃത്യം ആ വാക്ക് ബോണി പറഞ്ഞിട്ട് ഞാൻ സന്തോഷിക്കുന്നു. അതൊരു ഹാബിറ്റായിട്ട് മാറണം. എന്ന് വെച്ചാൽ നിരന്തരം ഇപ്പം ഒരു ഭാരം വന്ന് കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതി ഇങ്ങനെ സ്വാഭാവികമായിട്ട് മാറണം. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് പള്ളിയിൽ കയറിയിരുന്ന് ആരാധിക്കുന്നത്. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും നമുക്ക് ദൈവമേ നന്ദി ആരാധിച്ചേക്ക് മഹത്വം കർത്താവേ, ഇന്നിപ്പോൾ നല്ല ആഹാരം ലഭിച്ചു കർത്താവേ മഹത്വം ദൈവം നന്നായിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞ് ആരാധിക്കാൻ ഒരു കണ്ടിന്യൂവിറ്റി വേണം. അതിൻ്റെ ഇടയ്ക്കൊരു ഒരു ശീല് പോലെ, ശീലമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ശീല് പോലെ സ്തുതിച്ച് പാടിയിടുമ്പോൾ മൃതിയടഞ്ഞാലും നാഥാ ഭാഗ്യമാണല്ലോ, അതെൻ്റെ ഭാഗ്യമാണല്ലോ. അതിൻ്റെ അർത്ഥം എന്നാ? നിരന്തര സ്തുതിയാ. ആ സമയത്തങ്ങ് മരിച്ചു പോയാൽ അതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. ബലിപീഠത്തിൽ ബലിയർപ്പിച്ചുകൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യമാണ്. ശരിക്കും അതൊരു നാടൻ പാട്ടാണ് കേട്ടോ.
ആണല്ലേ? പണ്ട് ഞങ്ങളുടെ നാട്ടിൽ, കുട്ടനാട്ടിൽ പണ്ടു നാടുവാണിരുന്ന അങ്ങനെ പറഞ്ഞ് നാടൻ പാട്ടുണ്ട്. അപ്പം ചില നാടൻ പാട്ടുകളിൽ നന്മയുണ്ട്, ഈ അഭിഷേകം, പവറുണ്ട്. അത് ജനതയുടെ ഒരു വിലാപത്തിൻ്റെ പാട്ടായിരുന്നു. അതെ, അത്തിനന്തം പാടിയല്ലോ തിന്തിനന്തം, അങ്ങനെ ഒരു പാട്ടായിരുന്നു. അതായത് ബോണി അതന്നെ. അപ്പോൾ ആ പാട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിലേക്ക് എടുത്ത് വെക്കാൻ തോന്നി. ആ 2 വരി, അത്തിനന്തം പാടിയല്ലോ ലാലാലാലാലാല, സ്തുതിച്ച് സ്തുതിച്ച് പാടിയിടുമ്പോൾ മൃതിയടഞ്ഞാലും നാഥ ഭാഗ്യമാണല്ലോ, അതെൻ്റെ ഭാഗ്യമാണല്ലോ. ഈ ചിലർ പറയാറുണ്ടല്ലോ, അഭിനയിക്കുന്നവർ, ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം, അതെ അതെ അതെ, ഞാൻ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം. അതെ അതെ. അപ്പോൾ അതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക, അത് കിട്ടാവുന്ന ഒരു വലിയ ദാനമല്ലേ. ഒരു പാട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞ ഇറങ്ങാത്ത പാട്ടുണ്ടെന്ന്, വൈശംഭാഗംകാരനും ചമ്പക്കുളംകാരനൊരു സഹോദരന് വേണ്ടി എഴുതി, സ്തുതി പാടും ശങ്കായി ഹൃദയം തരുന്നു എന്നൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതായത് വേറെ തച്ചങ്കരിക്ക് വേണ്ടി എഴുതിയപ്പം, സ്തുതി പാടിടുന്ന നേരം മൃതി വന്നു ചേരുമെങ്കിൽ അത് ഭാഗ്യമാണു നാഥ, സന്തോഷമാണ് എനിക്കും എല്ലാവരും സ്തുതി പാടുന്നു. അതെനിക്കൊന്ന് ഹരിഹരൻ പാടിയൊരു പാട്ടോ മറ്റോ മറന്നു വരുന്നു, കേട്ടിട്ടുണ്ട്. അത് ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു മനസ്സിൻ്റെ ഒരു ഭാവമാണ്. നിരന്തര സ്തുതിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ആരെന്നെ കളിയാക്കിയാലും എനിക്ക് ഒത്തിരി നന്മകൾ, ഈ ഒരു നന്മ എനിക്ക് സന്തോഷമാണ്. ഞാൻ ഇപ്പോൾ ഒരു ഹൈന്ദവ സഹോദരങ്ങളൊക്കെ എൻ്റെ പള്ളിയുടെ അടുത്തൂടെ പാസ് ചെയ്ത് പോവുക. അപ്പം ഞങ്ങളിങ്ങനെ തൂമ്പയെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാകുമ്പോൾ തന്നെ, കർത്താവെ സ്നേഹിക്കുവാനും സഹിക്കുവാനും ആത്മാക്കളെ രക്ഷിക്കാനും ഞങ്ങൾ ഒരുക്കണമേ. ഈശോയെ, നിൻ്റെ നാമം വഴി ലോകം മുഴുവൻ രക്ഷപ്പെടട്ടെ കർത്താവെ. ഞങ്ങളുടെ പാപം, ഹല്ലേലൂയ, ദൈവമേ നന്ദി, നീ പരിശുദ്ധനാകുന്നു കർത്താവെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ മാത്രമല്ല, എൻ്റെ അനേകം മക്കൾ കൂടെ നിന്ന് കൊട്ട ചുമന്നും മണ്ണ് ചുമന്നും കഷ്ടപ്പെട്ടും പുല്ല് പറിച്ചും പ്രാർത്ഥിക്കുന്നു. ഒരു 2 മണിക്കൂറൊക്കെ ജോലി ചെയ്യുമ്പോൾ, 2.5 മണിക്കൂറൊക്കെ ചെയ്യുമ്പം ഒരു 1.25 മണിക്കൂർ വരെ പ്രാർത്ഥിക്കും. കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ട്, അത് നിരന്തരം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാ ഓണിക്ക് കഥ അറിയാമോ? ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ പറഞ്ഞു അറിയത്തില്ല, എനിക്ക് സംശയമുണ്ട്. ഇനി അഥവാ റിപ്പീറ്റ് ചെയ്താൽ പോലും സാരമില്ല, ഹൃദയത്തിൽ നിന്നാണല്ലോ. ഒരാൾ വന്ന് പരാതി പറഞ്ഞെങ്കിൽ പറയണേ. ഒരാൾ വന്ന് പരാതി പറഞ്ഞു, അയാൾ എപ്പോഴും വ്യതയും കൊയ്ത്തുമായിട്ട് നടക്കുക, ഞാനാണെങ്കിൽ നിന്നെ സ്തുതിക്കുന്ന കർത്താവ്, നിന്നെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നിട്ട് അയാൾക്ക് വീണ്ടും അനുഗ്രഹം. അയാൾ ഇമാതെ വ്യതയും കൊയ്ത്തുവേ കറ്റയും ചുമന്ന് ഇമാതെ കലവറയും നിറച്ച് നടക്കുന്നു. ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഹല്ലേലൂയ എന്നൊക്കെ. ഇത്രയും സമയം ഇരുന്നിട്ട് നീ എനിക്കല്ല പ്രോസ്പെറിറ്റി തരുന്ന അവനാ. നീ വരാൻ പറഞ്ഞായിരുന്നു നമ്മൾ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വരാൻ പറഞ്ഞ് ഒരു കൊട്ട വിത്തെടുത്ത് തലയിൽ വെച്ച് കൊടുത്ത്, എന്നിട്ട് പറഞ്ഞു, ഇത് കണ്ടത്തിൽ വരമ്പയിലങ്ങും വീഴല്ലേ, ഒരിടത്ത് 4-ൽ കൂടുതൽ വീഴല്ലേ, ഇങ്ങനെ കൂടി വീഴല്ലേ, ഇങ്ങനെ വീഴല്ലേ, ഓരോന്ന് വീഴാവുള്ളൂ, 4 മണിക്കൂർ സമയം തരുമെന്ന് പറഞ്ഞു. ഇയാൾ ഈ കൊട്ടയം പിടിച്ചുകൊണ്ട്, ദൈവമേ 4 വീഴല്ലേ, അയ്യോ 3 വീണോ, 2 അവിടെ 4 വീണ് പോയി. ഇങ്ങനെ 12 മണി വരെ വിതച്ചുകൊണ്ടിരുന്നു. ദൈവം അതിനുശേഷം വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, ഈ 12 മണി വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് പൊന്നുമോനെ നീ എത്ര തവണ പ്രാർത്ഥിച്ചു? ഇതിനെ വർത്താനാ പറയും, നീ ഇതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയം കിട്ടും, ഇത് വിത്ത് 4 ഉണ്ടോ 3 ഉണ്ടോ നോക്കണോ, ഇതെന്തൊരു തൊന്തര, മനുഷ്യർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ഞാൻ ഉച്ചകഴിഞ്ഞ് കുളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരാനിരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, അവൻ വിതച്ചപ്പോഴും കളയെടുത്തപ്പോഴും കുനിഞ്ഞപ്പോഴും വിയർപ്പുമണി മണ്ണിൽ വീണപ്പോഴും അതിലൊരേ താളമായിരുന്നു സ്തുതി സ്തുതി. അവൻ വെയിലത്തു വാടിയപ്പോഴും മഴ നനഞ്ഞൊരു കാവലാളായി നിന്നപ്പോഴും മുഞ്ഞയെ മനസ്സാൽ കണ്ടു ഞെട്ടിയപ്പോഴും, കീടബാധയേറ്റ സസ്യമുകുളത്തെ തലോടിയപ്പോഴും അവന് ചിന്ത ഒന്നു മാത്രമായിരുന്നു, ദൈവമേ നിൻ്റെ ഹിതം. നീ ഇനി എന്നാ പറയുന്നു ചോദിച്ചാൽ പറഞ്ഞു, ഒന്നും പറയാനില്ല. അപ്പോൾ സ്തുതി ജീവിതത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ സോ വണ്ടർഫുൾ. അത് വളരെ സുന്ദരമായൊരു മെസ്സേജാണ് കൃഷിക്കാർക്ക്, ജോലിയെടുക്കുന്നവർക്ക്, എല്ലാ തലങ്ങളിലുള്ള ആൾക്കാർക്ക് വലിയൊരു സന്ദേശമാണ്.
അത് ശരി തന്നെ, യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ബോണി. ഇപ്പം ബോണി പറയും, അച്ഛാ എനിക്ക് ഇവിടെ ടെക്നോ പാർക്കിലാണ് ജോലി, അച്ഛാ രാവിലെ എടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി, പൊതിഞ്ഞെങ്കിലായി പൊതിഞ്ഞില്ലെങ്കിലായി, അച്ഛാ അതെടുത്ത് വെച്ച് അവിടെ ചെന്നാൽ കഴിക്കാൻ പോലും സമയമില്ല. വേണ്ടെന്നേ, നീ ആ സ്കൂട്ടറെ പോകുമ്പോഴേ ആ സമയത്ത് കർത്താവെ ഈ തിരക്ക് പിടിച്ച യാത്രക്കിടയിലെ ഭാരം മുഴുവനും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന കർത്താവെ, എൻ്റെ ഇടതും വലതും പോകുന്നവർക്ക് വേണ്ടി ഞാൻ നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്നത്. അമരാനെ ഇന്ന് ഈ നിരത്തിൽ അപകടം ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങയുടെ നാമം മുഖാന്തരം. ഇതാണ് ആരാധന, ഇതാണ് ആരാധന. സ്തുതിച്ചു സ്തുതിച്ചു പാടിടുമ്പോൾ മൃതിയടഞ്ഞാലും നാഥ ഭാഗ്യമാണല്ലോ, അതെൻ്റെ ഭാഗ്യമാണല്ലോ. പക്ഷേ ഈ സ്തുതിച്ച് നടക്കണമെങ്കിൽ ഒരു ബോധം നമുക്ക് വേണമല്ലോ, ഒരു ദാനാവബോധം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വേണം. പറഞ്ഞാട്ടെ, ബോണിന്ന് ക്ലിയർ ചെയ്താട്ടെ. നമുക്ക് എല്ലാം ദൈവം നൽകുന്നതാണ്, നമുക്ക് ആയ കൂടെ നന്ദി പറയുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു കടമ എന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ ഈ സ്തുതി ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും. നല്ല അർത്ഥത്തിലെടുത്താൽ ജീവിതം ഒരു പാവക്കൂത്താണ്. നല്ല അർത്ഥത്തിലെടുത്താൽ പുറകിൽ നിന്നൊരു ചരടുണ്ട്, ആ ചരടാണ് എന്നെ നയിക്കുന്നെന്ന ചിന്തയിൽ ചലിച്ചാൽ ഓരോ വലിക്കും സ്തുതി, ഓരോ വലി സ്തുതി, സ്തുതി, സ്തുതി. അപ്പം ഈ ഓരോ ചരട് വലിക്കുമ്പോഴും സ്തുതി, സ്തുതി, സ്തുതി എന്നീ പറയേണ്ടത്. ഒരു ജീവിതം ഒരു പാവക്കൂത്തെന്ന അർത്ഥത്തിൽ എടുത്താൽ ഓരോ അനുഭവവും സ്തുതിയായിട്ട് മാറാൻ പറ്റും. കർത്താവിൻ്റെ ഒരു സന്തോഷം, കർത്താവിൻ്റെ ഒരു വലിയ ദുഃഖം, അവബോധം. എപ്പോഴും സ്തുതി വന്നുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രധാന കാരണം നിരന്തരം ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. മരങ്ങളുടെ ചുവട്ടിൽ വെള്ളം ഒഴിക്കുമ്പം ഞാൻ പറയും, മക്കളെ ഇത് ഞാനല്ല തരുന്നത്, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹമാണ്, നന്നായിട്ട് കുടിച്ചോണം കേട്ടോ, പെട്ടെന്ന് പഴം തരണം കേട്ടോ, എൻ്റെ ഇടവക്കാർക്ക് എല്ലാം കൊടുക്കാനുള്ളതാ എന്നിട്ട് തലോടും, സ്നേഹിക്കും. അത് അച്ഛനിൽ ആ അവബോധം നിറഞ്ഞു നിൽക്കുന്നു, അതുകൊണ്ടാണ് അത് സ്തുതിയായിട്ട് പുറത്തേക്ക്. എനിക്ക് സന്തോഷമാണ് അത് പറയാനും പഠിപ്പിക്കാനും. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, പുല്ല് പറിക്കുമ്പോൾ നിങ്ങൾ പറയണം, ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറിച്ച് കളയാൻ പറ്റാത്ത ശീലങ്ങളുണ്ട് കർത്താവേ, ഇതിൻ്റെ ഈ മുത്തങ്ങ പുല്ലിൻ്റെ വേരെന്തുമാത്രം താഴെയാ കർത്താവേ, സൂക്ഷിച്ച് കർത്താവേ എന്നെ നീ മുറിപ്പെടുത്താതെ പിഴുത് കളയണേ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ അത് അഭിഷേകം. ചിലപ്പോൾ ചില കല്ല് പൊക്കുമ്പോൾ തമ്പുരാനെ, ചില വ്യക്തികളെ ജീവിതത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പാടാണ് കർത്താവെ, അവരെ ചുമന്ന് ഒരിക്കലും പഴിക്കാതെ ചുമന്ന് അക്കരെ എത്താൻ. അച്ഛൻ ഈ പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കുഞ്ഞുങ്ങളുടെ ധ്യാനത്തിൻ്റെ സമയത്ത് കുട്ടികളോട് ദാനങ്ങളുടെ ലിസ്റ്റ് ഇടാൻ പറയും. ദൈവം തന്ന ദാനങ്ങളുടെ. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കുട്ടി 3000-ഓളം ദാനങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടോ വന്നിരിക്കുന്നു. 3000-ഓളം. അപ്പോൾ ആദ്യം എൻ്റെ ബുദ്ധിയിൽ തോന്നി, ഇവള് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ നമ്പർ തേക്കാൻ. ഞാൻ ഓരോ പേജസും എടുത്ത് നോക്കിയപ്പോൾ ഒരെണ്ണം പോലും ഇല്ല റിപ്പീറ്റ്. ആ കുട്ടി ഇങ്ങനെ ആലോചിച്ച് ഞാൻ ആ കുഞ്ഞിനെ സ്റ്റേജിലേക്ക് വിളിച്ചു. ഞാൻ ചോദിച്ചു, മോളെ ഇത് ഇത്രയും ഇതെങ്ങനെ എഴുതാൻ പറ്റി, ഇത് എഴുതിയപ്പോൾ എന്താ മോൾക്ക് തോന്നിയത്? അപ്പം അന്നേരം അവൾ പറഞ്ഞൊരു സെൻറ്റൻസ് ഇതാണ്, ഞാനിങ്ങനെ ഈശോയുടെ സന്നിധിയിൽ നിന്ന് ചിന്തിച്ചപ്പോൾ എല്ലാം ദാനമാണെന്ന് എനിക്ക് മനസ്സിലായി, ഒരെണ്ണം പോലും ദാനമല്ല അതില്ല. അപ്പോൾ ചോദിച്ചു, മോളെ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് എന്താ തോന്നിയത്? അവൾ പറഞ്ഞ സെൻറ്റൻസ് അച്ഛാ, എൻ്റെ അഹങ്കാരമെല്ലാം പോയി, ദാനമല്ലാതെ ഒന്നുമില്ല, എനിക്ക് എളിമ കിട്ടി. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നു ചോദിക്കുമ്പോൾ, ഇനി ദൈവത്തിന് നന്ദി പറയാനല്ലാതെ വേറെ ഒന്നിനും പറ്റില്ല. നമുക്കിന്ന് വരെ നൽകിയിട്ടുള്ള വേദന പോലും ഒരു ദാനമായി, വേദനയും ദാനമാണ്, വേദനയും അനുവദിക്കപ്പെട്ടൊരു ദാനമാണെന്ന് ചിന്തിക്കുമ്പം നന്ദി പറഞ്ഞ് ജീവിതത്തിൻ്റെ അന്ത്യത്തോട് അടുക്കും തോറും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പളുങ്ക് കടലിലേക്ക് ഒഴുകിപ്പോകാൻ പറ്റും. ഒരു സ്തുതിയുടെ പളുങ്ക് കടൽ. സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ അതാണല്ലോ ഉള്ളത്. ഇന്നോളം ഞാൻ ചോദിച്ചതൊന്നും കർത്താവേ നീ തള്ളിയില്ല, എൻ്റെ കർത്താവേ നീ തള്ളിയില്ല. ഇന്നോളം ഞാൻ ചോദിച്ചതൊന്നും കർത്താവേ നീ തള്ളിയില്ല, എൻ്റെ കർത്താവേ നീ തള്ളിയില്ല. നല്ലത് എനിക്ക് ഇടുവാൻ മുമ്പിലെന്നും നിന്നവൻ നീ, നന്മ മാത്രം തന്നിടുവാൻ നിർബന്ധം നീ കാട്ടിയെന്നും. അതാണ് വ്യത്യാസം. നന്മ മാത്രം തന്നിടുവാൻ നിർബന്ധം നീ കാട്ടിയെന്നും, ഇനി എല്ലാ കാലത്തും എല്ലാ നേരത്തും ഒന്നിച്ചു പാടാം സ്തുതി, സ്തുതി, സ്തുതി. ഈ റിപ്പീറ്റ് ചെയ്തതിൻ്റെ കാര്യം തന്നെ നോട്ട് ഫോർ വൺസ്. സ്തുതി നിരന്തരമാണ്, നൈരന്തര്യം, നിരന്തരം. എറ്റേണൽ എവ്ക്കരിസ്ത്യ, നിത്യം നന്ദി. രക്ഷയുടെ കാശ എടുത്തുകൊണ്ട് നിരന്തരം അങ്ങ് എനിക്ക് നൽകിയതിനെല്ലാം പകരമായി ഞാൻ അങ്ങേക്ക് എന്ത് നൽകും? സങ്കീർത്തനം.
രക്ഷയുടെ കാസ എടുത്തുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ നാമം വിളിക്കും. സ്തുതി ദൈവമേ, നന്ദി ദൈവമേ. ശരിക്കും നമുക്ക് ആ വരികളിൽ നന്മ മാത്രം, നല്ലത് മാത്രം, അത് പ്രത്യേക വചനെടുത്ത് നന്മ മാത്രം, അത് മാത്രമേ തരുള്ളൂ. എന്തെങ്കിലും ലഭിക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് നന്മയല്ല. അത് നമ്മൾ കിട്ടാത്തതുകൊണ്ട് പറയുന്നില്ല. കിട്ടാത്ത മുന്തിരി പുളിക്കും മതിരിക്കും എന്ന് പറയുന്ന പോലെ അല്ല ഇത്. യഥാർത്ഥത്തിൽ അല്പകാലത്തിന് ശേഷം നമ്മൾ തന്നെ പറയും അതെത്ര, പക്ഷെ ആ ഒരു സമയം നമുക്ക് പാടാം, അത്രയേ ഉള്ളൂ. നമുക്ക് എനിക്ക് തോന്നുന്നത് ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ദിവസം, അതായത് നമുക്ക് തന്നെ കിട്ടിയ ചില നന്മകളുണ്ട് അല്ലേ. ഈ ലോകത്തോട് ഇപ്പോൾ സംവേദിക്കാൻ കിട്ടിയ ഭാഗ്യം, നമ്മളെ കേൾക്കാൻ തിരക്കിൻ്റെ ഇടയ്ക്ക് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ മുഖം കാണുന്നതിനപ്പുറം ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു വെളിപ്പെടുത്തലോ കൃപയോ കിട്ടുമെന്ന് മോഹിച്ചിരിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ ആരോടും ഒരു ദുഃഖം പറയാനോ പ്രശ്നത്തിലൊരു ഉത്തരം കിട്ടാനോ ഇല്ലാതെ വേദനിച്ചിരിക്കുന്നവർ, ദൈവമേ എല്ലാം ദാനമാണ്. പ്രകാശവും രാവും പകലും, ഇരുളും വെളിച്ചവും, ആഹാരവും ദാരിദ്ര്യവും കണ്ണുനീരും വിജയവും പട്ടും പഴിയും എല്ലാം ദാനമായിട്ട് ഞങ്ങൾ എടുക്കുന്നു. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർത്ത് സ്തുതി എന്ന് പാടി മരിക്കാനുള്ള ഭാഗ്യം ലോക ജനതയ്ക്ക് ലഭിക്കട്ടെ. എല്ലാവരും നിൻ്റെ സ്തുതിയുടെ പളുങ്കുകടലിലേക്ക് ദൈവത്തിൻ്റെ വീണയും പിടിച്ച് വന്നു നിൽക്കുന്ന കാലം വരട്ടെ കർത്താവേ. ആമേൻ. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാകുമോ? ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാകുമോ? തന്നതെല്ലാം ദാനമല്ലോ, തമ്പുരാന്റെ സ്നേഹമല്ലോ, നന്ദി ചൊല്ലി പാടിടും ഞാൻ, നന്മയെന്നും ചെയ്തിടും ഞാൻ. ഇനി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്നിച്ചു പാടാം സ്തുതി. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാകുമോ? സ്തുതിച്ചു പാടിടുമ്പോൾ മൃതിയടഞ്ഞാലും നാഥാ ഭാഗ്യമാണല്ലോ, അതിന്റെ ഭാഗ്യമാണല്ലോ. കണ്ണീരിൽ ഞാൻ മുങ്ങിയ നാളിൽ കർത്താവിനെ പഠിച്ചുപോയി, എന്റെ കർത്താവിനെ പഠിച്ചുപോയി. കണ്ണീരിൽ ഞാൻ മുങ്ങിയ നാളിൽ കർത്താവിനെ പഠിച്ചുപോയി, എന്റെ കർത്താവിനെ പഠിച്ചുപോയി. പ്രാർത്ഥനയ്ക്കു വേണ്ടി നിന്റെ സന്നിധിയിൽ വീണ നേരം ദർശനം നീ തന്നുവല്ലോ. ദൈവമേ നീ നല്ലവൻ, ഇനി എല്ലാ കാലത്തും എല്ലാ നേരത്തും ഒന്നിച്ചു പാടാം സ്തുതി. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാകുമോ? കൊതിച്ചു നിന്നിടുന്നു നിന്റെ മുഖം കണ്ടിടുവാൻ, ഭാഗ്യമേകിടണേ നാഥാ ഭാഗ്യമേകിടണേ. ഇന്നോളം ഞാൻ ചോദിച്ചതൊന്നും കർത്താവേ നീ തള്ളിയില്ല, എന്റെ കർത്താവേ നീ തള്ളിയില്ല. ഇന്നോളം ഞാൻ ചോദിച്ചതൊന്നും കർത്താവേ നീ തള്ളിയില്ല, എന്റെ കർത്താവേ നീ തള്ളിയില്ല. നല്ലതെനിക്കേകിടുവാൻ മുൻപിലെന്നും നിന്നവൻ നീ, നന്മ മാത്രം തന്നിടുവാൻ നിർബന്ധം നീ കാട്ടിയെന്നും, ഇനി എല്ലാ കാലത്തും എല്ലാ നേരത്തും ഒന്നിച്ചു പാടാം
പാടാം സ്തുതി സ്തുതി സ്തുതി. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാകുമോ? ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോൾ സ്തുതി സ്തുതി എന്നു ചൊല്ലി പാടാതിരിക്കാനാകുമോ? തന്നതെല്ലാം ദാനമല്ലോ, തമ്പുരാന്റെ സ്നേഹമല്ലോ. നന്ദി ചൊല്ലി പാടിടും ഞാൻ, നന്മയെന്നും ചെയ്തിടും ഞാൻ. ഇനി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്നിച്ചു പാടാം സ്തുതി സ്തുതി സ്തുതി. ഇതുവരെ ദൈവം തന്ന